Good morning. നമ്മൾ മാത്സ് കണ്ടിന്യൂ ചെയ്യാണ്. മാത്സിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സ്ക്വയറിനുള്ളിൽ വീഴാനുള്ള സാധ്യത അല്ലേ. സ്ക്വയർ അതിൻ്റെ ഉള്ളിൽ എന്താണ് സർക്കിൾ. സർക്കിൾ കേട്ടോ, ഒരു സ്ക്വയറിൻ്റെ ഉള്ളൊരു സർക്കിൾ. എന്ത് കണ്ടുപിടിക്കുക നമ്മൾ? ഈ നമ്മൾ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഭാഗത്ത് വീഴാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഈ ഗ്രീൻ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, മൊത്തം ഈ ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, ഡിവൈഡ് ചെയ്യുന്ന നമുക്ക് പ്രോബിലിറ്റി കിട്ടും അല്ലേ. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം, പൈആർ സ്ക്വയർ ആണെന്ന് അറിയാം. പക്ഷേ റേഡിയസോ അങ്ങനെ കാര്യങ്ങളോ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാനാണ് ഞാൻ ഇവിടെ കണ്ടോ. അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഏതൊരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന വരെ എന്തായിരിക്കും? റേഡിയസ് ആണ് അല്ലേ. ഇപ്പോൾ ഇവിടേക്ക് കൂട്ടി വരയ്ക്കുകയാണെങ്കിൽ എന്താ മാറും? അതും റേഡിയസ് ആണ്. അപ്പോൾ ആർ പ്ലസ് ആർ 2r അല്ലേ. ഈ ഒരു വരാന്ന് പറയുന്നത് 2r ആണല്ലോ അല്ലേ. അപ്പോൾ ഈ താഴത്തെ ഈ വരയും സെയിം തന്നെയല്ലേ, സെയിം ലെങ്ത് അല്ലേ താഴെ വരാം അല്ലേ. അപ്പോൾ ഇത് എന്തായിരിക്കും? ഇതും 2r ആയിരിക്കും, മുകളിലും 2r ആയിരിക്കും. ഇത് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ വശവും ഈക്വൽ ആയിരിക്കും. സ്ക്വയറിൻ്റെ എല്ലാ വശവും എല്ലാ സൈഡും തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇത് 2r ആണെങ്കിൽ ഇതും 2r ആയിരിക്കും, ഇതും 2r ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ സൈഡ്സ് ഒക്കെ കിട്ടി. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാലോ. ഏരിയ ഓഫ് എ സ്ക്വയർ എന്താണ്? ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. സൈഡ് ഇൻറ്റു സൈഡ് ഈക്വൽ ടു എന്താണ്? 2r ഇൻറ്റു 2r. ഇത് വരും 4r സ്ക്വയർ അല്ലേ. 2 ഇൻറ്റു 4 r ഇൻറ്റു r r സ്ക്വയർ. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 4r സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. നമുക്ക് എന്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം? നമുക്ക് ഇനി ആ സർക്കിളിൻ്റെ ഏരിയ കൂടി കണ്ടുപിടിക്കും. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ നമുക്കിവിടെ അറിയാം. എന്തറിയാം? ഡയമീറ്റർ 2r എന്നറിയാം അല്ലേ. ഡയമീറ്റർ 2r എന്നറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം? പൈ ആർ സ്ക്വയർ അല്ലേ. പൈ ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. ഡയാമീറ്റർ 2r ആണ്. ഇതും കൂട്ടുമ്പോൾ 2r ആണ്. റേഡിയസ് എന്താണ്? റേഡിയസ് r ആണ് അല്ലേ. ഡയാമീറ്ററിന്റെ പകുതി ആയിരിക്കും റേഡിയസ്. ഡയാമീറ്റർ 2r ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റേഡിയസ്? r ആയിരിക്കും റേഡിയസ്. ഓക്കെ, അപ്പോൾ ഈ സർക്കിളിന്റെ ഏരിയ നമുക്ക് പൈ ആർ സ്ക്വയർ കിട്ടി അല്ലേ. നമുക്ക് സ്ക്വയറിന്റെ ഏരിയ 4r സ്ക്വയർ കിട്ടി. ഇനിയും നമ്മൾ ചോദിക്കാനുള്ളത് പ്രോബിലിറ്റി ആണ് നോക്കാനുള്ളത്. എന്താണ്? നമ്മൾ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ സർക്കിളിൽ വരാനുള്ള പ്രോബിലിറ്റി എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാം. ഈ രണ്ട് ഏരിയകൾ നമ്മൾ ഡിവൈഡ് ചെയ്യാം അല്ലേ. ഏരിയ ഓഫ് എ സർക്കിൾ, ഗ്രീൻ ഭാഗത്തിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ആ മൊത്തം ഫിഗറിൻ്റെ ഏരിയ, സ്ക്വയറിൻ്റെ ഏരിയ 4r സ്ക്വയർ. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? സർക്കിളിൻ്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? 4r സ്ക്വയർ അല്ലേ. r സ്ക്വയർ r സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകില്ലേ. ബാക്കി എന്താ ഉള്ളത് അവിടെ? പൈ ബൈ 4 അല്ലേ. ബാക്കിയുള്ളത് പൈ ബൈ 4 ആണ്. ഇനി സിംപ്ലിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? പൈക്ക് 3.14 ഇട്ട് കൊടുത്തിട്ട് ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ഡെസിമലുള്ളൊരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിൾ ആണല്ലേ. നമ്മൾ എന്താണ് കണ്ടു? ജസ്റ്റ് ഏരിയ രണ്ടെണ്ണത്തിന് ഇങ്ങനെ ഒരു ഫിഗർ തരും നിങ്ങൾക്ക്. അപ്പോൾ എന്താ? രണ്ടെണ്ണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. രണ്ട് ടൈപ്പ് ഫിഗർ ആയിരിക്കും വരാം, ഷേപ്പ് ആയിരിക്കും തരാം. ഓക്കെ, ഗ്രീൻ ഭാഗത്തുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഗ്രീൻ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക ഡിവൈഡഡ് ബൈ മൊത്തം ഫിഗറിൻ്റെ ഏരിയ. ഇവിടെ ഒരു സ്ക്വയറും ഒരു സർക്കിളും ആണ് അല്ലേ. നമുക്കൊന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മെഷർമെൻറ്റും തരില്ല. അപ്പോൾ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം റേഡിയസ് 6 ആണ് എന്നൊക്കെ പറഞ്ഞാൽ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയസ് 6 ആണെന്ന് ഡയമീറ്റർ എന്ത് കിട്ടും? ഫിഗറിൽ നിന്ന് r പ്ലസ് r 2r ആണ് കിട്ടും അല്ലേ. അപ്പോൾ ഡയമീറ്റർ 2r ആണ്. അതേപോലെ അപ്പോൾ സൈഡ് എന്താ? ഡയമീറ്ററിൻ്റെ താഴെ മുകളിലുള്ള സൈഡ് നോക്കി അല്ലേ. ഈ സെയിം ലെങ്ത് തന്നെയാണ് 2r എന്ന സെയിം ലെങ്ത് ആണ് താഴെ മുകളിലും. ഇത് രണ്ടും 2r ആയിരിക്കും. സ്ക്വയർ ആയതുകൊണ്ട് പ്രത്യേകത എന്താ? എല്ലാ വശവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലും 2r എഴുതാം. ഓക്കെ, അപ്പോൾ 2r അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? 2r ഇൻറ്റു 2r അല്ലേ. 2r ഇൻറ്റു 2r എങ്ങനെ 4r സ്ക്വയർ കിട്ടിയത്? 2 into 4 r into r r square 4r square കിട്ടി. ഈ സർക്കിളിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കണ്ടോ സർക്കിളിന്റെ ഏരിയ നമുക്ക്
ഡയമീറ്റർ അറിയാം. എന്താ റേഡിയസ് ഓൾറെഡി നമുക്ക് അറിയാം, 6 ആണ് റേഡിയസ്. ഡയമീറ്റർ റേഡിയസ് മാറിപ്പോയത് കേട്ടോ. 2r² എന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റിപ്പോ. എന്താണ് ഡയമീറ്റർ ആണ് ഞാൻ 2r എന്ന് എഴുതിയത്. റേഡിയസ് ഡയമീറ്ററിന്റെ പകുതി 6 ആണ് റേഡിയസ്. ഓക്കെ, അപ്പൊ വേറെ ഈ ഇക്വേഷനിലേക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല, കാരണം നമ്മൾ 6ന് എന്താ 6 ആയിട്ട് തന്നെ ചൂസ് ചെയ്തേ. അപ്പൊ ഇക്വേഷൻ അങ്ങനെ തന്നെ ഇവിടെ വരാം, πr². ഓക്കെ, നമ്മൾ 6ന് ഇപ്പൊ നമുക്ക് നമ്പേഴ്സ് ഒന്നും അറിയില്ലല്ലോ, വെറും 6 തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് πr² മാത്രം വരുള്ളൂ. അപ്പൊ എന്താ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്ന രണ്ട് ഏരിയകളും ഈ സർക്കിളിന്റെ ഏരിയ ഡിവൈഡ് ബൈ മൊത്തം ഫിഗർ എന്ന് വെച്ചാൽ സ്ക്വയറിന്റെ ഏരിയ. πr² ഡിവൈഡ് ബൈ 4r². r² ക്യാൻസൽ ചെയ്യുമ്പോൾ π/4 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാം. എന്താ ഈ π/4 നമുക്ക് ജസ്റ്റ് 3.14 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഡിവൈഡ് ചെയ്തില്ല, ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണിച്ചു തരാം. 3.14 ഡിവൈഡ് ബൈ 4 അല്ലേ? അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3.14 ഡിവൈഡ് ബൈ 4. അപ്പോൾ 3 പോകില്ല, അപ്പോൾ 0.31 എടുക്കാൻ തന്നെ 31 എടുക്കുമ്പോൾ എന്താ 28 7 അല്ലേ? ബാക്കി എന്ത് വരും 11 3 4 34 കെ അല്ലേ? 34 എത്ര പ്രാവശ്യം വരും? 8 പ്രാവശ്യം 32. ബാക്കി 2 പിന്നീട് ഓൾറെഡി പോയിന്റ് ഉള്ളവർ വീടിലൂടെ പോയിന്റ് ആവേണ്ട ആവശ്യമില്ല, 0 എടുത്തിടാം. എന്തൊരു 5 കിട്ടും, 20 കിട്ടും. ഓക്കെ, ഇപ്പൊ 0 എന്ത് കിട്ടും? 0.785 കിട്ടും. ഓക്കെ, പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 0.785 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് പൈക്ക് 3.14 വാല്യൂ ഇട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനിൽ ഞാൻ വാല്യൂ ഇട്ടായിരുന്നില്ല, നിങ്ങളോട് ഇടാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ഡെസിമൽ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ പറഞ്ഞ 5ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകട്ടോ. ആ ക്വസ്റ്റ്യൻ കുറച്ച് ഭാരമാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ 2 ഓവർലാപ്പിംഗ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് എന്നാണ് ചോദ്യം അല്ലേ? 2 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓവർലാപ്പ് ചെയ്തിട്ട് ഉള്ളിൽ എന്താ ഫോം ചെയ്തത്? ഉള്ളിൽ ഹെക്സഗൺ ആണ് ഫോം ചെയ്തത് അല്ലേ? നമുക്ക് ആദ്യം പടം വരയ്ക്കാം. ഫിഗർ അനുസരിച്ച് അറിയാൻ പറ്റും 2 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് മുകളിലേക്ക് ആയിട്ടുണ്ട്. 2 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ? താഴത്തേക്കും ഒരെണ്ണം എന്താണ് ഇങ്ങനെയാണ് അതിന്റെ ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നടുക്ക് എന്താണ്? നടുക്ക് ഒരു ഹെക്സഗൺ ഫോം ചെയ്തു. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 ഷേപ്പ് 6 സൈഡുള്ള ഫിഗറാണ് ഹെക്സഗൺ. ഓക്കെ, അപ്പോൾ ഹെക്സഗൺ അവിടെ ഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്കൊന്നും കാണില്ല. 1 2 3 4 5 6 കേട്ടോ. ഇതാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടിനെയാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. നടുക്കുള്ള ഈ ഭാഗം എന്താണ് ഹെക്സഗൺ. നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ സ്റ്റാർ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. 2 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്താ തലതിരിച്ച് വെച്ച് ഇങ്ങനെ ഒരെണ്ണം നേരെ ഒരെണ്ണം തലതിരിച്ച് നിങ്ങൾക്ക് സ്റ്റാർ കിട്ടും. അല്ല, അപ്പോൾ സ്റ്റാറിൻ്റെ ഷേപ്പായില്ലേ? കരോളിനൊക്കെ പോകുമ്പോൾ പണ്ട് നമ്മൾ ഈറ്റയും കൊണ്ടൊക്കെ സ്റ്റാർ ഇപ്പം ഉണ്ടാക്കില്ല എന്ന് തോന്നുന്നു. പണ്ട് അവരുടെ ഈറ്റയും കൊണ്ടൊക്കെ സ്റ്റാർ ഉണ്ട് അല്ലേ? ഈറ്റയും കൊണ്ടൊക്കെ സ്റ്റാർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? 2 ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ട് എന്താ ഒരെണ്ണം നേരെ ഒരെണ്ണം തലച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പല്ലേ? ഇത് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പാണ്. ഓക്കെ, ഇപ്പോൾ 2 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓവർലാപ്പ് ചെയ്തൊരു ഹെക്സഗൺ നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഹെക്സഗൺ നമ്മൾ എത്രയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഹെക്സഗണും 6 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? 1 2 3 4. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ എല്ലാം മെഷർമെന്റ് എടുത്ത് വരയ്ക്കുക. ഞാൻ കുറച്ച് ചെരിഞ്ഞാണ് ഹെക്സഗൺ കുറച്ച് ചെരിഞ്ഞിരിക്കുന്നത്. 1 2 3 4 5 6 അല്ലേ? അകത്ത് 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഓരോ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. കാരണം എന്താ? ഈ ഹെക്സഗണിന്റെ വശങ്ങളല്ല ഓരോന്നും. ഹെക്സഗണിന്റെ വശമൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇത് 6 അകത്ത് ഈക്വലായിട്ട് ട്രയാങ്കിൾ ആയിട്ട് എടുക്കുന്നത്. പുറമേ എത്രണ്ണമുണ്ട്? 1 2 3 4 5 6. പുറമേ 6 അകത്തും 6 ഓക്കെ. അപ്പോൾ ഈക്വലായിട്ട് ട്രയാങ്കിൾ ആണ്. കാരണം ഈക്വലായിട്ട് ട്രയാങ്കിൾ കൊണ്ട് ഉണ്ടാക്കിയ ഷേപ്പ് അല്ലേ. അപ്പോൾ എന്താ ഇത് കട്ടായി വന്നാലും അതിനുള്ളിലുള്ളവർക്കും ഈക്വലായിട്ട് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഹെക്സഗൺ നമ്മൾ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഹെക്സഗണിന്റെ ഭാഗത്ത് വീഴാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ ചോദിച്ചത്. അപ്പം ആ ഹെക്സഗണിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ പുറമേയുള്ള ഈ ഫിഗറിന്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഹെക്സഗണിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഹെക്സഗണിനെ 6 ഈക്വലായിട്ട് ട്രയാങ്കിൾ ആയിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഒരു ഈക്വലായിട്ട് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചുകൊണ്ട് അത് ഇൻറ്റു 6 ചെയ്ത് ഈ ഹെക്സഗണിന്റെ മൊത്തം ഏരിയ കിട്ടില്ലേ? കാരണം എന്താണ്? ഈ ഹെക്സഗൺ എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള 6 ഭാഗമായിട്ടാണ് മുറിച്ചിരുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഇൻറ്റു 6 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ മൊത്തം ഹെക്സഗണിന്റെ ഏരിയ കിട്ടും അല്ലേ. അതേപോലെ തന്നെ പുറമേത്തുള്ള 6 ട്രയാങ്കിളും സെയിം ഏരിയയും സെയിം ഇത് തന്നെയാണ്. അതുകൊണ്ട് പുറമേത്തുള്ള ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഇൻറ്റു 6 ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് പുറമേ മൊത്തത്തിലുള്ളതും കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഏരിയ ഓഫ് ഹെക്സഗൺ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ഹെക്സഗൺ നമുക്ക് തന്നെ കാണാം 6 ഇൻറ്റു ഏരിയ ഓഫ് ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഭാഗം മാത്രമാണ്. ഈ ഉള്ളിലുള്ള ഭാഗം മാത്രമാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഇൻറ്റു എന്താണ്? ഏരിയ ഓഫ് ഇൻറ്റു 6. ഓക്കെ. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു 6. 6 ഇൻറ്റു ഏരിയ ഓഫ് 1 ഈക്വലാറ്റർ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് എന്തറിയണം? ഈക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? എന്താണ് ഈക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? √3/4 a² അല്ലേ. √3/4 a² ആണ് നമ്മുടെ ഈ ഈക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 ഉണ്ട്. അപ്പോൾ 6 ഇൻറ്റു √3/4 a². ഓക്കെ. 6 ഇൻറ്റു √3/4 a² വന്നു. അപ്പോൾ നമുക്ക് വെട്ടിക്കളയാൻ പാടില്ലേ? ഈ 6നെയും ഈ 2വിനെയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. 6ഉം 2 അല്ല 4 അല്ലേ. അപ്പോൾ എന്തൊരു 4 2 ടൈംസ് ഉണ്ട്. 3 ഇത് 3 ടൈംസ് ഉണ്ട് അല്ലേ. 3 √3/4 a² എന്ന് വരും അല്ലേ. നമ്മൾ 6ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2ന്റെ ടേബിളിൽ വെച്ച് ഇവിടെ 2 വരും, ഇവിടെ 3 വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 √3 a²/4 അല്ല /2 അല്ലേ. 3 √3 a²/2 എന്ന് വന്നു. കാരണം എന്താണ്? ഇവിടെ 6 4 ക്യാൻസൽ ചെയ്ത് 3 2 ആയി. അപ്പോൾ 3 √3 a²/2. ഓക്കെ. ഇൻറ്റു നമുക്കിവിടെ അങ്ങനെ ഒരുമിച്ച് ചെയ്താൽ അതിന്റെ മീനിങ് ഇൻറ്റു തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻറ്റു സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 3 ഇൻറ്റു √3 a²/2 എന്നാണ് നമ്മൾ വായിക്കുക. അപ്പോൾ നമുക്ക് അകത്തുള്ള ഹെക്സഗണിന്റെ ഏരിയ എഴുതി. ഓക്കെ. ഹെക്സഗണിന്റെ ഏരിയ എന്താണ്? അപ്പോൾ ഏരിയ ഓഫ് ഹെക്സഗൺ എന്ന് പറയുന്നത് 3 √3 a²/2 ആണ് ഹെക്സഗണിന്റെ ഏരിയ. അങ്ങനെ കിട്ടിയത് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു 6 ചെയ്യാൻ മറക്കരുത്. 6 ചെയ്ത് നമുക്ക് ഹെക്സഗണിന്റെ ഏരിയ കിട്ടില്ല. ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √3/4 a² ആണ്. അത് ഓർമ്മയിൽ വെക്കണം. അതിന് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഓക്കെ. √3/4 a² ആണ് ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √3/4 a². അതിന്റെ കൂടെ എന്ത് ചെയ്തു? 6 ഇൻറ്റു ചെയ്തു. കാരണം എന്താണ്? മൊത്തം ഇതിന്റെ ഉള്ളിൽ 6 ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. അതുകൊണ്ട് 6 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പം 3 √3 a²/2 എന്ന് കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഫിഗറിന്റെ മൊത്തത്തിലുള്ള ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഈ ഫിഗറിന് മൊത്തം എത്ര ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നോക്കി. ഈ ഫിഗറിനെ മൊത്തം എത്ര ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? അകത്ത് 6 പുറമേ 6. മൊത്തം എത്ര ട്രയാങ്കിൾ ഉണ്ട്? 12 ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ് ഈ ഫിഗർ മൊത്തം ഉള്ളത് അല്ലേ. അകത്ത് 6 ഉണ്ട്. പിന്നെ എന്താണ്? പുറമേ 6 ഉണ്ട്. അപ്പോൾ 6 7 8 9 10 11 12 മൊത്തം ഈ ട്രയാങ്കിളാണ്. ഈ ഫിഗറിലാണെന്നുണ്ടെങ്കിൽ 12 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എല്ലാവരും സെയിം ഷേപ്പും സെയിം ഈക്വലാറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്തല്ലേ. അല്ല അപ്പോൾ എല്ലാവരും സെയിം ഏരിയ ഉള്ളതായിരിക്കും. അപ്പം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഇൻറ്റു എത്ര ചെയ്യേണ്ടത്? ഫിഗറിന്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കാൻ ഇൻറ്റു 12 ചെയ്യാം. ഓക്കെ. കാരണം എന്താ? ഈ ഫിഗർ മൊത്തം 12 ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിഗറിന്റെ മൊത്തത്തിലുള്ള ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഹെക്സഗണിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. 3 √3 a²/2 എന്ന് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എഴുതി വയ്ക്കാം.
ഓക്കെ, ഇത് മാറ്റിയാണ് ഇനി നമ്മൾ മൊത്തത്തിലുള്ള ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകണം. ഓക്കെ, മൊത്തത്തിലുള്ള ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകണം. ടോട്ടൽ ഏരിയ ഇതാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? 12 ഇൻറ്റു ഏരിയ ഓഫ് വൺ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. പിന്നെ 12 നിങ്ങൾ 6 എഴുതരുത്, അത് നമ്മൾ ഓൾറെഡി 6 കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. പുറത്തെ 6ന്റെ ഏരിയ കൊണ്ട് ചെയ്താൽ മതിയല്ല, ഇത് ഫിഗറിന്റെ മൊത്തത്തിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിഗറിന്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഈ അകത്ത് 6 വരും, പുറത്ത് 6 വരും. അതുകൊണ്ടാണ് 6 + 6 12 ട്രയാങ്കിൾസിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഏരിയ കിട്ടും. 12 ഇൻറ്റു ഏരിയ ഓഫ് വൺ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ 12 ഇൻറ്റു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? √3/4 x² അല്ലേ. √3x²/4. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി എവിടെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും? 4 ഇൻറ്റു 3 ആണ് 12 അല്ലെ. 4 ഇൻറ്റു 3 ആണ് 12. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ ഏരിയ? ഈ ഫിഗറിന്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് 3√3a². ഓക്കെ, അടിയിലൊന്നുമില്ല, 4ഉം 12ഉം ക്യാൻസൽ ചെയ്ത് പോയി, 3 ആയിട്ട് മാറി 12ന്റെ അവിടെ. അപ്പൊ 3√3a² കിട്ടി ഈ ഫിഗറിന്റെ മൊത്തത്തിലുള്ള ഏരിയ. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളിലുള്ള പോർഷൻ ഗ്രീൻ പാർട്ടിന്റെ ഏരിയയും കിട്ടിയിട്ടുണ്ട്, മൊത്തത്തിലുള്ള ഏരിയയും കിട്ടിയിട്ടുണ്ട്. ഇനി പ്രോപ്പർട്ടി ഏരിയ ചെക്ക് ചെയ്യാം. ഗ്രീൻ പാർട്ടിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ അല്ലേ. അപ്പൊ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ ഇത് എഴുതി വെക്കാണ്, 3√3a². ഓക്കെ, അല്ല ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ ഇത് മാറ്റാണ്, ഫിഗർ മാറ്റാണ്. പ്രോബിലിറ്റി ഈക്വൽ ടു എന്താണ്? ആ ഗ്രീൻ ഭാഗത്തിന്റെ ഏരിയ, ഹെക്സഗന്റെ ഏരിയ എത്ര കിട്ടിയത്? 3√3a²/2 അല്ലെ. പിന്നെ ഞാൻ ഡിവിഷൻ ആണ് ചെയ്യുന്നത്. ഇവിടെ ഫ്രാക്ഷൻ വന്നുകൊണ്ട് ഇങ്ങനെ ഇതാണ് ഡിവിഷൻ. എന്താണ്? ഹെക്സഗന്റെ ഏരിയ ഡിവൈഡഡ് ബൈ മൊത്തം ആ ഫിഗറിന്റെ ഏരിയ. മൊത്തം ഫിഗറിന്റെ ഏരിയ നമുക്ക് എന്താ കിട്ടിയത്? 3√3a² എന്നാണ് കിട്ടിയത് ആണല്ലോ. വെറും 3√3a² എന്ന് പറയുന്നതും ഇതിന്റെ അടിയിൽ ഒരു 1 ഇട്ട് കൊടുക്കുന്ന ചെയ്യുമല്ലേ. നമ്മൾ ഏതൊരു നമ്പറിന്റെ അടിയിലും ഇപ്പൊ 7 എന്ന് പറയുന്നതും 7/1 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി, ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ അടുത്ത് ഇട്ട് കൊടുത്തു, ഒരു 1 ഇട്ട് കൊടുത്തു, അടിയിൽ ഒരു 1 ഇട്ട് കൊടുത്തു. ഓക്കെ, 3√3a²/1 ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനിങ് എന്താ? 3√3a² ഞാൻ വേറെ വ്യത്യാസം വരില്ല, 1 അല്ല ഇട്ട് കൊടുത്തത്. നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ 2 ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ വെക്കുന്നുണ്ട്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഡിവിഷൻ നടത്തും. അപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ടത്? രണ്ടാമത് എടുക്കുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കണം അല്ലെ. അപ്പൊ എന്ത് വരും? 3√3a²/2. ഓക്കെ, 3√3a²/2 എഴുതി. ഡിവിഷൻ ആണ്. അപ്പൊ ഡിവിഷൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ രീതി ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഡിവിഷൻ മാറിയിട്ട് എന്തൊരു മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പൊ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത് കിടക്കുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കണം. ഇത് തല തിരിച്ചെടുക്കാം. 3√3a²/1 ആണെങ്കിൽ 1/3√3a² എടുക്കുക. അപ്പൊ നമ്മൾ തല തിരിച്ചെടുക്കാൻ പോവാണ്. 1/3√3a². ഓക്കെ, കാരണം എന്താണ്? ഇവിടെ ഡിവിഷൻ ആണ്, ഇവിടെ നമ്മളത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറ്റി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസിപ്രോക്കൽ നമ്മൾ എടുത്തത്. ഓക്കെ, ഇനി നോക്കിയാൽ ഒന്ന് ക്യാൻസൽ ചെയ്ത് പോകുന്ന നോക്കിയേ. ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കിയേ 3√3a² ആണ്, ഇവിടെ 3√3a² ആണ്. അപ്പൊ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? ബാക്കി നമുക്ക് 1/2 കിട്ടും. ഓക്കെ, അപ്പൊ ആ ഗ്രീൻ പാർട്ടിൽ വീഴാനുള്ള, ഹെക്സഗന്റെ പാർട്ടിൽ വീഴാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. ആ ഗ്രീൻ പാർട്ടിൽ വീഴാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാണ്ട് തന്നെ ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ കാര്യം തീരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കൗണ്ട് ചെയ്താൽ മതി. ആ ഉള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടായി? ഉള്ളിൽ നമ്മൾ 6 ട്രയാങ്കിൾ ഉണ്ടായി അല്ലെ. പുറമെ മൊത്തത്തിൽ നമ്മൾ എത്ര ട്രയാങ്കിൾ? ഫിഗർ മൊത്തത്തിൽ എത്ര ട്രയാങ്കിൾ ആണ്? ഫിഗർ മൊത്തത്തിൽ 12 ട്രയാങ്കിൾ ആണ്. അപ്പൊ 6/12 എന്താണ്? 1/2. ഇങ്ങനെ ഷോർട്ട് കട്ട് വെച്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തില്ലേ, ഫിഗറിനെ ഡിവൈഡ് ചെയ്ത് എണ്ണീട്ട് ചെയ്തില്ലേ, ആ ഒരു മെത്തേഡും ഇവിടെ നമുക്ക് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, 2 രീതിയിലൊന്ന് എഴുതി വെക്കാം. വലിയ കൂടിയ മാർക്കിനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ വെറുതെ ഒരു സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ 3 മാർക്കിനൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ 3 മാർക്ക് തരില്ല അല്ലേ. 1 മാർക്കിനൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. കാരണം
നമുക്ക് അധികം സമയം കളയണ്ട. അപ്പോൾ 6/12 1/2 നമുക്ക് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. പക്ഷെ 3 മാർക്കിനൊക്കെ ചോദിക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനൊക്കെ യൂസ് ചെയ്ത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 4th റോൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇപ്പോൾ നമ്മൾ ചെയ്ത മാതിരിയല്ല, കുറച്ചൊരു ഡിഫറെൻറ്റ് വേറാണ് ചെയ്യുന്നത്. ഞാൻ അത് നാളെ എടുത്ത് തരാം കേട്ടോ. അതെടുത്ത് ഞാൻ കുറച്ച് ഫുള്ള് പറയാനുണ്ട്. അപ്പോൾ ഇത് ക്ലാസ്സിൻ്റെ ലെങ്ത് കൂടും. അതുകൊണ്ട് ഞാൻ അടുത്ത പ്രോബ്ലം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്ത് തരാം. താങ്ക് യു.